ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ സദാചാര പോലീസ് ചമഞ്ഞ യുവാക്കളെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചതിൽ പ്രതിഷേധം. കേസ് അട്ടിമറിച്ചതായും പരാതി. പെരുമ്പാവൂർ കണ്ടന്തരയിലെ സോഡ ഫാക്ടറിയിൽ ജോലി അന്വേഷിച്ചെത്തിയ വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശികളായ 18 വയസ്സുകാരൻ ഗോകുൽ, 21 വയസ്സുകാരൻ അൽഫാസ്, കണ്ടന്തര സ്വദേശി 20 വയസ്സുകാരൻ ആൽവിൻ ഷാജി എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. ലഹരി വിൽപ്പനക്കാരാണെന്ന് ആരോപിച്ച് യുവാക്കളുടെ തലമുണ്ടനം ചെയ്യുകയും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒരു മുറിയിലടച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് മർദ്ദനത്തിനിരയായവരും ബന്ധുക്കളും അറിയിച്ചത്. റോഡിൽ കൂടി മുട്ടയടിക്കുകയും പിന്നെ മർദ്ദിക്കുകയും അതിലവരാ ഞങ്ങൾ കുറിച്ചു പറഞ്ഞ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയും ചെയ്തു. ആ കൊച്ചു വരെയും പറഞ്ഞു നല്ല കുട്ടിയാണ്, അങ്ങനെ ഇവിടെ മർദ്ദിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. തൂഫ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സർവാധികാരം കൊടുത്ത മാതിരിയാണ്. കാരണം ഇവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ടത് പോലീസാണ്. പക്ഷേ ഇവിടെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഗവൺമെന്റ് തന്നെ പോലെന്ന് എനിക്കാൻ കാര്യമില്ല. പക്ഷേ ഗവൺമെന്റ് ഇത് നിൽക്കണമെന്നാണ് ഇവർക്ക്. കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. കാരണം ഗവൺമെന്റ് പ്രിയർ കേസിൽ ഒന്നും വേണ്ടിയിട്ടില്ല. ഒന്നും വേണ്ടാണ്ടിരിക്കുന്നതല്ലോ ഒരു ഇതിന് മുട്ട അടിക്കാന്നൊക്കെ പറഞ്ഞ കാര്യമൊന്നും ഒക്കെയും മിണ്ടണില്ല. അപ്പോൾ പിന്നെ നമുക്ക് ജാമ്യം കിട്ടൂല. അത് ശരിയായ നടപടിയല്ലല്ലോ. മർദ്ദനമേറ്റ യുവാക്കൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ അൻവർ, മാഹിൻകുട്ടി, സാജിദ്, ഷമീർ, റഫീഖ്, ഷെരീഫ് എന്നീ 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് യുവാക്കൾ അറിയിച്ചിരിക്കുന്നത്. പിള്ളേർക്ക് എന്താണെങ്കിൽ വേണ്ടത് കൊടുക്കാം, കോംപ്രമൈസ് ചെയ്താലോ ചോദിച്ചു. കോംപ്രമൈസ് ചെയ്യുന്നില്ല. എങ്ങനെ കോംപ്രമൈസ് ചെയ്യാനാ? ഓരോ ഇടിക്ക് പൈസ കൊടുക്കും, നിങ്ങൾ എങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. കോംപ്രമൈസിനൊന്നും നിൽക്കുന്നില്ല. കേസിന്റെ രീതിയിൽ പൊക്കോട്ടെ കൊടുക്കും. അതുകൂടാതെ സിന്ധുമാനെ വിളിച്ച് ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ് തെറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ തെറ്റ് പറയുമ്പോൾ അവരെന്നെ തെറ്റ് ചെയ്താണല്ലോ. അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താനാണ് ശിക്ഷിക്കണമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ആരെയും നമ്മൾ താറടിച്ച് കളിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണല്ലോ. എത്ര ഒരു 6 അടി ഹൈറ്റുള്ള ആചാനുഭവമായ ആൾക്കാരാണ്. അവരുടെ ഒരു തല്ലുകൊണ്ട് ഇതിന് മരിച്ചു പോകും. ആ സൈസ് ആൾക്കാരാണ് അവിടെ. ഞാൻ കണ്ട് സ്റ്റേഷനുള്ളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ പിള്ളേരോട് കുനിഞ്ഞെന്നിട്ട് മുടി മാറാന്, നിന്റെ മുടി നീ മാറിയെടുക്കാനും പറഞ്ഞ് അതൊന്നും ഒരു കാരണന്മാർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് പണത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കൂലിപ്പണി ചെയ്ത് ഈ പിള്ളേരെ എങ്ങനെയാണ് നോക്കുന്നതെന്നറിയാമോ? നമുക്ക് എങ്ങനെയാണ് നീതി കിട്ടണം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.